Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ RTD അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരു RTD അല്ലെങ്കിൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസോ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ടെമ്പറേച്ചർ റേഞ്ചിനനുസരിച്ച് ഒരു റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ചസുകൾ ഈസി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ ആയിട്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതേപോലെ തന്നെ ഹീറ്റ് എനർജിനെ ചില വേല ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വയർ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറുകൾ മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് പ്ലാറ്റിനം, നിക്കൽ, ഇതുകൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന വയർ എലമെന്റുകളുടെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനും അതിന്റെ ഷേപ്പ് ഒക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വളരെ ലീനിയർ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ റേഞ്ച് നമുക്ക് കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് പല ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേറെ കുറച്ച് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതായത് ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. തെർമോകപ്പിൾ ഉണ്ട്, തെർമിസ്റ്റർ ഉണ്ട്, അല്ലെ? ഇതൊക്കെ നമ്മൾ ആ ഒരു നമ്മുടെ പർപ്പസിനനുസരിച്ച്, നമുക്ക് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു RTD എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആണ് നമ്മൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കൂ. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് എലമെന്റ് വരുന്നുണ്ട്. ഈ ഒരു വൈൻഡിങ് ആയിട്ട് കാണിക്കുന്ന ഒരു റെസിസ്റ്റൻസ് എലമെന്റ് ആണ്. ഇതാണ് സെറാമിക് കോർ എന്ന് പറയുന്നത്. ടോട്ടൽ ആയിട്ട് നമുക്ക് കാണിക്കുന്നത് ഇത് രണ്ടും ലീഡ്സുകളാണ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് കേസിംഗ് ആണ്. ഇതാണ് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു RTD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു റാപ്പിംഗ് എന്ന് പറയുന്നത് വയർ ഓൺ മൈക്ക ബേസിലുള്ള രീതിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു വയർ റാപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡക്റ്റൻസ്, ആ ഒരു കോയിൽ ടേണുകൾ ഉണ്ടാവില്ലേ, അവിടെ ഉണ്ടാകുന്ന ഇൻഡക്റ്റൻസിനെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയർ റാപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോൾ കോയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് കൊണ്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ആ ഒരു വയറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എൻഡ് നമ്മൾ ഒരു ലീഡുകളായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ കൺസ്ട്രക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് RTDക്ക് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റുള്ള മെറ്റീരിയലുകളാണ്. അതായത് അവയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഇൻക്രീസ് ആകണം. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂവിൽ ചേഞ്ചസ് കാണിക്കണം, കൂടുതലായിട്ട് ഇൻക്രീസ് ആകണം, അല്ലെ? അതാണ് നമുക്ക് ഗുഡ് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കോപ്പർ, നിക്കൽ, പ്ലാറ്റിനം, അതൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ ഒരു റെസിസ്റ്റൻസ് എലമെന്റ് വരുന്നത്. ഒരു ഇൻസുലേറ്റഡ് ട്യൂബ് ആണ് വരുന്നത്. ഇത് പ്രൊട്ടക്ഷൻ ട്യൂബ്. ഇതിനുള്ളിൽ വരുന്നതാണ് ഒരു ഇന്റേണൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു RTDയിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് എലമെന്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് വളരെ ഫ്രജൈൽ ആണ്. കാരണം എന്താണ്, നമുക്ക് ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യം വരുന്നുണ്ട് അതിൽ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഇൻസുലേറ്റഡ് ട്യൂബ് നമ്മൾ ഒരു എലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഒരു ഇൻസുലേറ്റഡ് ട്യൂബ് എന്ന് പറയുന്നത് ഇതിലുള്ള എലമെന്റ്, റെസിസ്റ്റൻസ് എലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു റെസിസ്റ്റൻസ് എലമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ യൂഷ്വലി നമ്മളൊരു മെറ്റൽ അലോയി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊട്ടക്റ്റീവ് ട്യൂബ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം അതൊരു കെമിക്കലി ഇനേർട്ട് ഗ്യാസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റൽ അലോയിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ടെമ്പറേച്ചർ നമുക്ക് 0 ഡിഗ്രിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേരി ഏതൊരു റേഞ്ചിലേക്ക് വേണമെങ്കിൽ ആ ഒരു മെറ്റൽ കാണിക്കുന്നതനുസരിച്ച് നമുക്ക് വേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് എലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതൊരു 650 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും പ്ലാറ്റിനത്തിന് വരുന്നത്. നിക്കലിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു 300 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് വേരിയേഷൻ, ആ ഒരു മെറ്റലിന്റെ എന്ന് പറയുന്നത് നമുക്ക് ടെമ്പറേച്ചറിനനുസരിച്ച് വരുന്ന വേരിയേഷൻ എങ്ങനെ നമുക്ക് എടുക്കാം നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ ആണ് RT is equal to R0 into 1 plus T minus T0 plus beta into T minus T0 whole square plus etc. ഇതിൽ RT, R0 എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് വാല്യൂസ് ആണ്. ഒന്ന് T ഡിഗ്രി സെൽഷ്യസിലും ഒന്ന് T0 ഡിഗ്രി സെൽഷ്യസിലും വരുന്ന റെസിസ്റ്റൻസ് വാല്യൂസ് ആണ് ഈ പറയുന്ന T വാല്യൂയും അതുപോലെ തന്നെ T0 എന്ന് പറയുന്നത്. ഓക്കെ,
ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? കോൺസ്റ്റന്റ്സ് ആണ്. ആ ഒരു മെറ്റലിന് അനുസരിച്ച് വരുന്ന കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് ആൽഫ ബീറ്റ എന്നുള്ളതൊക്കെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ആൽഫ വരുന്നുണ്ട്. സോറി, ആൽഫ ബീറ്റ എന്നൊക്കെ പറയുന്നത് മെറ്റലിനനുസരിച്ച് വരുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരു സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷനാണ് വരുന്നത്? RT is equal to R0 into 1 plus T minus T0 ആണ് നമുക്ക് വരുന്ന ഇക്വേഷൻ ഫോർ സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. ഇതാണ് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇപ്പൊ പ്ലാറ്റിനം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റീജിയൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കോപ്പർ നമുക്ക് ഈ ഒരു ലൈനാണ് കോപ്പറിന്റെ കാണിക്കുന്നത്, ഇതാണ് നിക്കലിന്റെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഷേപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് നിക്കലിനാണ്, പ്ലാറ്റിനത്തിന്റെ ഇതാണ്, കോപ്പറിന് ഇതാണ് അല്ലെ. അത് ഓരോന്നും അതിന്റെ വാല്യൂസിനനുസരിച്ച്, അതായത് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെറ്റൽ ഡിപ്പെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിലൊരു സിഗ്നൽ കണ്ടീഷനിങ് വരുന്നുണ്ട്. ഒരു RTDയുടെ സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു RTDയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്രിഡ്ജ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് കറന്റ് നമ്മൾ സപ്ലൈ ചെയ്യുകയും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ എങ്ങനെയാണ്? RTD റെസിസ്റ്റൻസ് വാല്യൂസിനെ ഒരു കാലിബ്രേഷൻ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. ഒന്ന് 2 വയർ RTD വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 വയർ വരുന്നുണ്ട്, ദെൻ ഒരു 4 വയർ RTDയും കൂടി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു 2 വയർ RTD ബ്രിഡ്ജ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 വയർ RTD ബ്രിഡ്ജിൽ നമുക്ക് ഡമ്മി വയർ എന്ന് പറയുന്നത് ഒരു ആബ്സെന്റ് ആണ്. ഇവിടെ നമുക്കൊരു ഡമ്മി വയർ ആവശ്യം വരുന്നില്ല. ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് റിമൈനിങ് ആയിട്ട് കാണിക്കുന്ന രണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ കാണിക്കുന്ന രണ്ട് റിമൈനിങ് റെസിസ്റ്ററിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ്റ്റൻഷൻ വയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ആ ഒരു എക്സ്റ്റൻഷൻ വയറിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ റീഡിങ്സിനെ അഫക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 വയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? 3 വയർ RTD ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡമ്മി വയറും കൂടി നമ്മൾ ഈ പറയുന്ന 3 വയർ RTD നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് 3 വയർ RTD ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3 വയേഴ്സ് ആണ് വരുന്നത്, A, B, അതുപോലെ തന്നെ C. നോക്കൂ, എയും ബിയും സിയും ആണ് വരുന്നത്. ഇതിൽ എയും ബിയും എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ഇൻ ലെങ്ത് ആയിരിക്കും, ക്രോസ് സെക്ഷണൽ ഏരിയ ഇതെല്ലാം തന്നെയാണ്. ഇവയുടെ ഇംപിഡൻസ് എന്ന് പറയുന്നത് പരസ്പരം ന്യൂട്രലൈസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ കോമ്പൻസേഷൻ ലൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് സി എന്ന് പറയുന്നത്, അതാണ് എന്തെന്ന് ഡമ്മി വയർ എന്നുള്ള രീതിയിൽ അറിയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെൻസിങ് ലീഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് കറന്റ്, അതായത് ക്യാരിയിങ് കറന്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് വരുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന ഡമ്മി വയർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ടില് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു 3 വയറിലെ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ R1, R2, R3 അതുപോലെ നമ്മൾ രണ്ട് ലോഡ് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, RL, then ഒരു RG റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നോക്കൂ. അപ്പൊ VS V0, അതായത് ഇൻപുട്ട് വോൾട്ടേജ് ആണ് VS എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? V0 ആണ് അല്ലെ. അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ RGയുടെ വാല്യൂ എന്താണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് റെസിസ്റ്റൻസും ഈക്വൽ ആയിട്ടാണ്, R1 = R2 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ V0ക്ക് ഇക്വേഷൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു നമുക്ക് ഇത് എന്താണ് വരുന്നത്? ആ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ, R3 plus RG ആണ് കിട്ടുന്നത്. R3 plus RG minus VS/2 എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നോക്കൂ, R3 = RG, അതുപോലെ തന്നെ V0 = 0 ആണെങ്കിൽ നമുക്ക് എന്താകും? ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാം. അതായത് R3 RG ഈക്വലും അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ എന്താ വരിക? RG = R3 is into VS minus 2V0 by VS plus 2V0 വരും അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ അസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലീഡ് റെസിസ്റ്റൻസ്, അതായത് RL എന്ന് പറയുന്നത് ലീഡ് റെസിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അപ്പൊ RL നമുക്ക് അതിൽ വരികയാണ്, ഒരു സിറ്റുവേഷനിൽ നമുക്ക് RL അവിടെ കാണുകയാണെങ്കിൽ അപ്പൊ RGയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? RG is equal to R3 into VS minus 2V0 by VS plus 20 minus RL into 4V0 by VS plus 2V0 ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് RL is equal to 0 കേസും ഇത് RL പ്രസന്റ് ആയിരിക്കുന്ന കേസിലും വരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ
എറർ വരികയാണ്, RTD എന്തെങ്കിലും ഒരു എറർ വരികയാണ് ബിക്കോസ് ഓഫ് ദിസ് RL റെസിസ്റ്റൻസ്, ലീഡ് റെസിസ്റ്റൻസ് കാരണം എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഈ ഒരു RL-നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ഒരു ഡമ്മി ലൈൻ നമ്മൾ യൂസ് ചെയ്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്തെടുക്കാനാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇൻട്രിൻസിക് അക്യുറസി ആണ് നമുക്ക് കിട്ടുന്നത്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിന്റെ ലീനിയാരിറ്റി, നേച്ചർ ഇൻ ലീനിയാരിറ്റി വരുന്നുണ്ട്, പല ഷേപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഒരു പാസീവ് ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, പ്രത്യേകിച്ച് ഔട്ട്പുട്ട് നമുക്ക് ഓൺ ആയി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് കറന്റ് എക്സ്റ്റേണൽ സപ്ലൈ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റേബിൾ ആണ്, അതിന്റെ ഒരു ഗ്രേറ്റ് സ്റ്റെബിലിറ്റി ആണ് മെയിൻ ആയിട്ട് നമുക്ക് അതിൽ വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ റെസ്പോൺസ് ടൈം വളരെ ലോങ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്, സെൽഫ് ഹീറ്റിംഗ് വരുന്നുണ്ട്, കറന്റ് കൂടുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ കൂടുതലാണെങ്കിൽ സെൽഫ് ഹീറ്റിംഗ് നമുക്ക് വരുന്നുണ്ട്. ഓവറോൾ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, നമുക്കൊരു 260 to 850 റേഞ്ചിലെ നമുക്ക് എടുക്കാനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ വളരെ ലോ സെൻസിറ്റീവ് മീനിങ് ആണ് വരുന്നത് നമുക്കതിൽ. ഓക്കെ, അതായത് ചെറിയ ചെറിയ ചേഞ്ചുകളൊന്നും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് RTD എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.